കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷോജ റോയ് അവതരിപ്പിച്ചു. 15,98,10,492 രൂപ വരവും 14,92,40,608 രൂപ ചെലവും 1,05,69,884 രൂപ നീക്കിബാക്കിയും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 2026-27 സാമ്പത്തിക വർഷം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ തുടക്കം കുറിച്ചതിന്റെ പൂർത്തീകരണത്തിനായി ഭവന നിർമ്മാണത്തിന് കഴിഞ്ഞ വർഷം വകയിരുത്തിയതിനേക്കാൾ കൂടുതൽ തുക ഭവന നിർമ്മാണ മേഖലയ്ക്ക് മാറ്റിവെക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ കാർഷിക ക്ഷീര മേഖലകൾ, ജലസംരക്ഷണം, ആരോഗ്യം, കുടിവെള്ളം, ശുചിത്വം, സാമ്പത്തിക ഉന്നമനം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, ദുരന്ത നിവാരണ പ്രവർത്തികൾ, സ്ത്രീ ശാക്തീകരണം, ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള പദ്ധതികൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ തുടങ്ങിയ എല്ലാ മേഖലകളിലെയും സർവ്വതോന്മുഖമായ വികസനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ അധ്യക്ഷത വഹിച്ചു. ഭവന നിർമ്മാണ പദ്ധതികളായിട്ടുള്ള PMAY ലൈഫ് പദ്ധതികൾക്ക് മുൻഗണന നൽകി ഭവന പദ്ധതിക്ക് മാത്രമായിട്ട് 4.55 കോടി രൂപയാണ് ഈ പ്രാവശ്യവും ഇവിടെ വകയിരുത്തിയിട്ടുള്ളത്. പശ്ചാത്തല മേഖലയിൽ 3.8 കോടി രൂപയും ഗ്രാമീണ റോഡുകൾ, പൊതുകെട്ടിടങ്ങൾ തുടങ്ങിയവ പശ്ചാത്തല മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള പദ്ധതികൾക്കായിട്ട് 3.8 കോടി രൂപയും കുടിവെള്ള ശുചിത്വ മേഖലയിൽ 2 കോടി രൂപയും ക്ഷീര മൃഗ സംരക്ഷണ വികസനത്തിന് 34 ലക്ഷം രൂപയും വനിതാ വികസനത്തിന് 50 ലക്ഷം രൂപയുമാണ് ഈ പ്രാവശ്യം വകയിരുത്തിയിട്ടുള്ളത്. പശ്ചാത്തല മേഖലയിൽ 3.87 കോടി രൂപയും ഉൽപാദന മേഖലയിൽ 1.04 കോടി രൂപയും സേവന മേഖലയിൽ 7 കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഭവന നിർമ്മാണ പദ്ധതിക്കും ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഭവന നിർമ്മാണ പദ്ധതികളായ PMAY ലൈഫ് എന്നീ ഭവന നിർമ്മാണ പദ്ധതിക്ക് പ്രഥമ പരിഗണന നൽകി. ഇതിനായി 4.55 കോടി രൂപയും പശ്ചാത്തല മേഖലയിൽ 3.87 കോടി രൂപ വകയിരുത്തി ഗ്രാമീണ റോഡുകൾ, പൊതുകെട്ടിടങ്ങൾ തുടങ്ങിയവ പുനരുദ്ധരിക്കും. കുടിവെള്ള ശുചിത്വ മേഖലയിൽ 2 കോടി രൂപയും ക്ഷീര മൃഗസംരക്ഷണ വികസനത്തിന് 34 ലക്ഷം രൂപയും വനിതാ വികസനത്തിന് 50 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഭവന നിർമ്മാണം ഉൾപ്പെടെ 3.09 കോടി രൂപയും വകയിരുത്തി. കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് സ്കോളർഷിപ്പിനടക്കം 53 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 1.05 കോടി രൂപയും നെൽകൃഷി വികസനത്തിന് 35 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വയോജന പരിപാലനം, കാർഷിക മേഖലയിൽ നെൽകൃഷി, കിഴങ്ങ് വർഗ്ഗ കൃഷി, മഷ്റൂം ഗ്രാമം, ഫ്ലോറി വില്ലേജ് പദ്ധതി, ക്ഷീര കർഷകർക്ക് പാലിന സബ്സിഡി, വനിതാ ഗ്രൂപ്പ് സംരംഭകർക്ക് സബ്സിഡി, വനിതകളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഷീജിം, ആദിവാസി ഉന്നതികളിലെ ST ഗ്രൂപ്പുകൾക്ക് സംരംഭകത്വ പ്രോത്സാഹന പദ്ധതിക്കായി ധനസഹായം, വേങ്ങൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ യൂണിറ്റ് എന്നിവയാണ് ബജറ്റിലെ മറ്റ് പ്രധാന പദ്ധതികൾ.